Module 3 ലാസ്റ്റ് ടോപ്പിക്കാണ് ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, സോ എങ്ങനെയാണ് ഒരു ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഒരു ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പി മെറ്റീരിയലും ഒരു എൻ മെറ്റീരിയലും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ജംഗ്ഷൻ ഫോർമേഷൻ ഉണ്ടാകുന്നത്. സോ ജംഗ്ഷൻ ഫോർമേഷൻ സമയത്ത് ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാകുമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡിപ്ലീഷൻ റീജിയൻ്റെ എൻ മെറ്റീരിയലിൽ പോസിറ്റീവ് ഡിപ്ലീറ്റഡ് അയോൺസ് ഫോം ചെയ്യും, പി സൈഡിലെ നെഗറ്റീവ് ഡിപ്ലീറ്റഡ് അയോൺസ് ഫോം ചെയ്യും. ഓക്കെ, നൗ ഡിഫറെൻറ്റ് അല്ലെങ്കിൽ രണ്ട് ടൈപ്സ് ഓഫ് ബയാസിങ് നമ്മൾ പഠിച്ചു, ഫോർവേഡ് ബയാസിങ് ആൻഡ് റിവേഴ്സ് ബയാസിങ്. ഫോർവേഡ് ബയാസ് കൊടുക്കാം അല്ലെങ്കിൽ റിവേഴ്സ് ബയാസ് കണക്ഷൻ കൊടുക്കാം. Okay, forward bias നമുക്കറിയാം current through the diode is I will be very much greater than reverse saturation current I0, and in reverse saturation, in reverse bias the case, current will be approximately equal to or little more than what is called reverse saturation current. So reverse saturation current ഇരിക്കുന്ന ഒരു ജംഗ്ഷൻ ഡയോഡിൽ കൂടിയുള്ള കറണ്ട് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡ്രിഫ്റ്റ് കറണ്ട് ആയിരിക്കും. ഓക്കെ, വളരെ ചെറിയ കറണ്ട് മാത്രമേ ഉണ്ടായുള്ളൂ. ദാറ്റ്സ് ടു ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഫ്രീക്വൻ്റ്ലി thermally generated carriers are generated. Okay, so നമുക്ക് ഒരു ജംഗ്ഷൻ ഡയോഡിൻ്റെ റിവേഴ്സ് ബയാസിങ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി മെറ്റീരിയലിൽ നെഗറ്റീവ് പൊളാരിറ്റിയും എൻ മെറ്റീരിയലിൽ പോസിറ്റീവ് പൊളാരിറ്റിയും കണക്ഷൻ കൊടുക്കുമ്പോഴാണ് നമ്മൾക്ക് റിവേഴ്സ് ബയാസ് എന്ന് പറയുന്ന VR എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഓപ്പോസിറ്റ് നെഗറ്റീവിൽ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു റിവേഴ്സ് ബയാസ് കണ്ടീഷൻസ് കിട്ടുന്നത്. ഓക്കെ, സോ റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ കിട്ടുന്ന കണ്ടീഷനിൽ നമ്മളുടെ ജംഗ്ഷനിൽ കൂടിയുള്ള കറണ്ട് എന്ന് പറയുന്നത് ആദ്യം ഡിസ്കസ് ചെയ്തതുപോലെ വളരെ ചെറിയ കറണ്ട് ഫ്ലോ ചെയ്യുന്നുള്ളൂ. ദെൻ എൻ മെറ്റീരിയലിൽ ഉണ്ടാകുന്ന ഹോൾസ്, എൻ മെറ്റീരിയൽസ് ഉണ്ടാകുന്ന തെർമലി ജനറേറ്റഡ് ഹോൾസ് എൻ മെറ്റീരിയലിൻ്റെ ഡിപ്ലീഷൻ റീജിയൻ നിയർ ബൈ റീജിയനിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് എൻ ഇലക്ട്രോൺ ഈസ് ഫോംഡ് ഹിയർ ആൻഡ് hole also, that means one EHP pair is formed in nearby region of our transition region. So this these holes will be under the repulsion power of our polarity, positive polarity. So what will happen, this hole may cross this barrier and may transport to our P material. Okay, so holes എന്ന് പറയുന്നത് എൻ മെറ്റീരിയൽ കൂടി പി മെറ്റീരിയലിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യാം. ഓക്കെ, സോ holes drift into what you call the P region, and suppose another pair, electron hole pair, is generated within the nearby region of our transition region in the P material ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ, now this electron is under the drift of this negative polarity, means under the repulsion power. So electrons will move to N region this direction. Okay, so depending upon our temperature, നമ്മൾ കൊടുക്കുന്ന ഈ ടെമ്പറേച്ചറിനനുസരിച്ച് there will be a few carriers, means electrons are crossing the junctions and moving into N materials. Electrons cross the junction and move to N material. Okay, while electrons from holes from N material holes cross the junction and move to P material. Okay, so the current contributed by our thermally generated carriers will be in the order of a few milliampere, and that's why our reverse saturation current characteristics or RIVI characteristics in the reverse order will be like this, and this magnitude is minus I0. Okay, so reverse saturation current ഇരിക്കുന്ന ഒരു ജംഗ്ഷനിൽ കൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് വളരെ ചെറിയ കറണ്ടാണ് എന്ന് നമ്മൾക്കറിയാം. Now transistor എന്ന് പറയുന്നത് it's an aim to improve the current conduction through a reverse biased PN junction. Okay, how we can improve the current conduction? How we can improve the current through a reverse biased PN junction?
how we can improve the current through a reverse biased PN junction. So നമുക്ക് അറിയാവുന്നതുപോലെ ഈ current conductions depends upon how many holes and how many electrons are formed in the nearby region of the transition region. So അത് നമ്മളുടെ temperature അനുസരിച്ച്, if you increase the temperature we can expect more covalent bonds break and we can expect more electron hole pairs also generate and we can improve the current conduction. So that's by means of a thermal generation, by means of thermal generation of EHPs. Okay, we can improve the current through the reverse biased PN junction. Another method is by means of some excess carrier generation techniques, what we discussed in chapter 2. So excess carrier generation techniques il nammal different techniques padichittunde. Adil valare popular aayittu use cheyyuna oru technique aanu photo electric effect ennu parayunna photoluminescence. Okay, so photo electric effects we can use. Okay, so photoelectric effect എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ photon of a sufficient energy falls into this p material that every photon will leave or will generate one electron in this from this n material. So ഈ transition region nearby region നമ്മൾ p materialലേക്ക് electric pulses അല്ലെങ്കിൽ photons പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഫോട്ടോൺസും ഓരോ ഇലക്ട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇലക്ട്രോൺസ് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയി ഡ്രിഫ്റ്റ് കറണ്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വഴി ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്ത് നമുക്ക് റിവേഴ്സ് ബയസിൽ ഇരിക്കുന്ന ജംഗ്ഷനിൽ കൂടി നമുക്ക് ഡ്രിഫ്റ്റ് കറണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഫോട്ടോ ഡിവൈസസ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഈ വർക്കിംഗ് പ്രിൻസിപ്പിൾസിലായിരിക്കും. നെക്സ്റ്റ് മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി നമ്മൾക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇലക്ട്രിക്കൽ ജനറേഷൻ. Okay, so electrical generation vadi namalku rendu method possible aanu. So let us draw the PN junctions again. Okay, one minute. Okay, so here we have here our PN junction. Idana PN junction. Okay, here is our P region and this is our junction and this is the origin, this p material, this n material, this is the transition width. Okay, w എന്ന് പറയുന്ന transition width ഇതാണ്. Okay, now എങ്ങനെ നമുക്ക് current conduction improve ചെയ്യാമെന്നുള്ളത് depends upon our method. First method, second method നമ്മൾ പറഞ്ഞു. Then മൂന്നാമത്തെ method by means of electrical generation. So ഏതെങ്കിലും electrical source വഴി if we are able to supply holes or electrons in these regions. Okay, ഇവിടെയൊക്കെ നമ്മൾക്ക് ഇലക്ട്രോൺസിനെ സപ്ലൈ ചെയ്യാൻ പറ്റിയാൽ, okay, each dots represents electron. Okay, so electrons in a supply and namakku pattiyal that electrons may cross the junctions and improve our reverse current. Okay, so അതേപോലെ തന്നെ if we are able to supply holes to this region, അതായത് n മെറ്റീരിയലിൻ്റെ ബൗണ്ടറി ട്രാൻസിഷൻ റീജിയൻ്റെ ബൗണ്ടറിയിലേക്ക് നമ്മൾക്ക് ഹോൾസിനെ സപ്ലൈ ചെയ്യാൻ പറ്റിയ to supply holes. Okay, or here supply electron, we can improve our what you call the reverse saturation or reverse current through a PN junctions. Okay, now എങ്ങനെ നമുക്ക് ഈ രണ്ട് മെത്തേഡ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ ട്രാൻസിസ്റ്ററിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. Okay, so the more the electrons you supply to your PN reverse biased PN junction to the nearby region, we can expect more current through the reverse biased junction. Okay, so നമ്മൾക്ക് ഇലക്ട്രോൺസിന് ഫസ്റ്റ് കേസ് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ഹോൾസ് ടു എൻ റീജിയൻ. ഓക്കെ, ഓക്കെ, നിയർ ടു അവർ ട്രാൻസിഷൻ റീജിയൻ. സോ എൻ മെറ്റീരിയലിലെ ട്രാൻസിഷൻ റീജിയൻ്റെ നിയർ ബൈ പോർഷനിലേക്ക് ഹോൾസിനെ സപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ഹോൾസിനെ സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നീഡ് ടു ഹാവ് എ ഹോൾ ഇഞ്ചക്ഷൻ ഡിവൈസ്. ഫോർ ദാറ്റ് വി നീഡ് എ ഹോൾ ഇഞ്ചക്ഷൻ ഡിവൈസ്. ഓക്കെ, ദോ സെയിം മെത്തേഡ് സെക്കൻഡ് ടെക്നിക്ക് അല്ലെങ്കിൽ സെക്കൻഡ് ടെക്നിക്ക് എന്ന് പറയുന്നത് സപ്ലൈ electrons to p region. Okay, where near to transition regionിലെ p സൈഡിലേക്ക് നമ്മൾക്ക് ഇലക്ട്രോൺസിനെ സപ്ലൈ ചെയ്യുക. ദാറ്റ് മീൻസ് വി നീഡ് എ electron
injection device. We need an electron injection device. So രണ്ട് മെത്തേഡിൽ ഒന്ന് ഹോൾസ് ഇഞ്ചക്ഷൻ ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് ഹോൾസിന് എൻ മെറ്റീരിയലിലേക്ക് സപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഇഞ്ചക്ഷൻ ഡിവൈസ് ഉപയോഗിച്ച് ഇലക്ട്രോൺസിന് പി റീജിയനിലേക്ക് സപ്ലൈ ചെയ്യാം. Okay, so let's discuss with the first method wherein we are supplying holes to p materials. So എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളത്? So we have our pn junction. Okay, this is our reverse biased pn junction, this p material and this is n material, and our requirement here is supply holes here. So suppose we have another pn junction here. Okay, വേറൊരു പി എൻ ജംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, where this is p material and this is n material, and this material is in forward, so this junction is forward biased. സോ ഇത് ഫോർവേഡ് ബയാസ്ഡ് ആണ്, ഇത് അണ്ടർ റിവേഴ്സ് ബയാസ്ഡ് ആണ്. നമുക്കറിയാവുന്നതാണ് ജംഗ്ഷൻ്റെ നമ്മളിപ്പോൾ പഠിക്കുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൽ എങ്ങനെയാണ് കറണ്ട് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഇലക്ട്രോൺ ഇവിടുത്തെ നമ്മളുടെ പർപ്പസ് എന്ന് പറയുന്നത് വി നീഡ് ടു ഹാവ് എ ഹോൾ ഇഞ്ചക്ഷൻ ഡിവൈസ്. ഹോൾ ഇഞ്ചക്ഷൻ ഡിവൈസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ ഒരു ഫോർവേഡ് ബയാസ് വോൾട്ടേജ് ഇവിടെ കൊടുക്കുക, റിവേഴ്സ് ബയാസിലിരിക്കുന്ന പി എൻ ജംഗ്ഷൻ. ഈ പി എൻ ഡിവൈസ് ഫോർവേഡ് ബയാസ് ആയതുകൊണ്ട് നമ്മൾക്കറിയാം പി മെറ്റീരിയലിൽ നിന്നുള്ള ഹോൾസിന് എൻ മെറ്റീരിയലിലേക്ക് നമ്മൾ പുൾ ചെയ്യുന്ന സമയത്ത് ഇത് ഇവിടെ എത്തുമ്പോൾ അത് എക്സസ് കാരിയേഴ്സ് ആയിട്ട് മാറും. എക്സസ് കാരിയേഴ്സിൻ്റെ ഡിഫ്യൂഷൻ വഴി നമുക്ക് എൻ മെറ്റീരിയൽസിലെ ഹോൾസിൻ്റെ പ്രസൻസ് നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഒരു ഫോർവേഡ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ എടുക്കുമ്പോൾ ഫോർവേഡ് ബയാസ്ഡ് പി എൻ ജംഗ്ഷനിൽ ബാറ്ററിയുടെ പോസിറ്റീവ് പൊട്ടൻഷ്യലിൻ്റെ എഫക്റ്റ് കൊണ്ട് പി മെറ്റീരിയലിലുള്ള ഹോൾസ് എൻ മെറ്റീരിയലിലേക്ക് വരികയും എൻ മെറ്റീരിയലിലെ ഹോൾസ് ഡിഫ്യൂഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ഈ എൻ മെറ്റീരിയലും റിവേഴ്സ് ബയാസിരിക്കുന്ന എൻ മെറ്റീരിയലും ഒരു ചാനൽ വഴി ഫിസിക്കലി കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ what will happen, the holes reaching to n material ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കണം. should be this channel should reach into your transition region. okay, transition regionിലേക്ക് ഡയറക്റ്റ് ട്രാൻസിഷൻ റീജിയനെ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ അത് എങ്ങോട്ടേക്ക് വരണം, ഈ റിവേഴ്സ് ബയാസിൻ്റെ ട്രാൻസിഷൻ റീജിയൻ്റെ റിവേഴ്സ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ്റെ ട്രാൻസിഷൻ റീജിയനിലേക്ക് വരണം. ആ രീതിയിൽ നമ്മൾ ഒരു ചാനൽ വെച്ച് കൊടുത്താൽ what will happen at the forward biased p material, holes are reaching to our n side. So after then from the n side through this pipe, electrons or holes are reaching into this region. So wherein these holes will trap into our transition region and improve the current. So ee രീതിയിൽ നമുക്ക് this forward biased pn junctions behave as an hole injection device. So ഈ pn junctionൽ ഈ holes ആയിരിക്കും നമ്മളുടെ ഈ കേസിലെ ഒരു hole injection device ആയിട്ട് വർക്ക് ചെയ്യുന്നത്. So how we can connect this piping mechanism? So for that നമ്മൾ ചെയ്യുന്ന ഈ pn junction എന്ന് പറയുന്ന രണ്ട് ജംഗ്ഷൻസും ഒരൊറ്റ മെറ്റീരിയലിലേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഫാബ്രിക്കേറ്റ് ചെയ്യാനായിട്ട്. ഒരു സിംഗിൾ ക്രിസ്റ്റലിൽ നമ്മൾ എങ്ങനെ ഡോപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ നമ്മൾക്ക് ഈ ഒരു പി മെറ്റീരിയൽ ദെൻ എൻ മെറ്റീരിയൽ പി മെറ്റീരിയൽ, ദാറ്റ് മീൻസ് എൻ മെറ്റീരിയൽ ഷുഡ് ബി കോമൺ ടു ബോത്ത് ജംഗ്ഷൻ. സോ രണ്ട് മെറ്റീരിയലും കോമൺ ആയിട്ട് ഈ ജംഗ്ഷൻസ് ഇങ്ങനെ അല്ലെങ്കിൽ ഈ എൻ മെറ്റീരിയൽ രണ്ട് ജംഗ്ഷനും കോമൺ ആയിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് junction is our reverse biased pn junction and this is our forward biased pn junctions. Okay, so now in configuration this is reverse biased and this is forward biased. Okay, so that this junction or this combined effect of both the junction is going to have the effect of passing a high current through a reverse biased pn junction. Okay, so this is forward biased and this is reverse biased. So here is our mechanism of supplying holes into our reverse biased n material. So in doing so നമ്മൾക്ക് രണ്ടാമത് ആദ്യത്തെ മെറ്റീരിയലായ പി മെറ്റീരിയലാണ് ഹോൾസിന് ഇഞ്ചക്റ്റ് ചെയ്തത്, ഹോൾസിന് എമിറ്റ് ചെയ്തത് ഈ പി മെറ്റീരിയലിൽ നിന്നാണ്. ഓക്കെ, സോ അതുകൊണ്ട് ഈ പി മെറ്റീരിയലിനെ നമ്മൾ വിളിക്കുന്ന പേര് എമിറ്റർ റീജിയൻ എന്നായിരിക്കും. എമിറ്റർ റീജിയൻ. ഓക്കെ, സോ പി മെറ്റീരിയലിലേക്ക് കണക്ഷന് വേണ്ടി എടുക്കുന്ന ഈ ടെർമിനലിനെ നമ്മൾ എമിറ്റർ എന്ന് വിളിക്കും. So from the emitter we are supposed to inject all the holes from holes to reverse biased pn junction. Okay, now അങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് വരുന്ന ഹോൾസ് മെജോറിറ്റി ഓഫ് ദ ഇലക്ട്രോൺസ് വിൽ റീച്ച് ഇൻ ടു ട്രാൻസിഷൻ റീജിയൻ ആൻഡ് ട്രാപ്പ് ദെയർ ആൻഡ് വിൽ റീച്ച് ഇൻ ടു ദ പി സൈഡ് ഇൻ ദ അതർ എൻഡ്. സോ അതർ എൻഡിലിരിക്കുന്ന ഈ പി മെറ്റീരിയൽ ഷുഡ് കളക്ട് ഓൾ ഓഫ് ദ ഇൻകമിങ് ഹോൾസ് ഫ്രം ദ ഫോർവേഡ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻസ്. അതുകൊണ്ട് നമ്മൾ ഈ റീജിയനെ കളക്ടർ റീജിയൻ എന്ന് വിളിക്കും.
So we have an emitter region, we have a collector region. Okay, so in between and sandwiched our n material, ആ region നമ്മൾ വിളിക്കുന്നത് ബേസ് മെറ്റീരിയൽ അല്ലെങ്കിൽ ബേസ് റീജിയൻ എന്നായിരിക്കും. So we have a collector terminal, emitter terminal and a base terminal. So the resulting device, ഇപ്പോൾ ഫോം ചെയ്ത ഈ ഡിവൈസിനെ നമ്മൾ PNP transistor എന്നാണ് വിളിക്കുക. So in the normal working of the junction PNP device is very simple. It is a current conduction through a reverse biased PN junction by means of or in support with a forward biased PN junction where one material should be common for both junction. Okay, so ഇവിടെ നമ്മുടെ മെറ്റീരിയലിലെ കാരിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് കാരിയേഴ്സിനാണ് യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളാണ് നമ്മളുടെ മെയിൻ കറണ്ട് അല്ലെങ്കിൽ കറണ്ടിനെ കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്ത കാരിയർ എന്ന് പറയുന്നത് ഹോളാണ്. ഹോൾസിൻ്റെ ഫ്ലോ ഓഫ് ഡയറക്ഷൻസ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് എക്സ് ആക്സിലാണ്. സോ ഹോൾസിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ നമ്മളെ കറണ്ടും ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, സോ ടു ദ എമിറ്റർ ടെർമിനലാണ് നമ്മളുടെ കറണ്ട് എൻ്റർ ചെയ്യുന്നത്. സോ ഈ PNP ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പിൾ നമ്മൾ വരയ്ക്കുമ്പോൾ 3 ടെർമിനൽ ഡിവൈസ് ആയതുകൊണ്ട് 3 ടെർമിനൽസ് കാണിക്കണം. ഓക്കെ, ദെൻ ഈ കറണ്ടിൻ്റെ ഇൻഡിക്കേഷൻ ഞാനിവിടെ ഒരു ആരോ ഉണ്ടായിരിക്കും. സോ ഈ ആരോയിലെ ഹോൾസിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ടു ദ അല്ലെങ്കിൽ പി മെറ്റീരിയൽ നിന്ന് എൻ മെറ്റീരിയലിലേക്കാണ്. സോ ഫ്രം ദ ബാറ്ററി ഹോൾസ് ആർ കമ്മിങ് ഇൻ ടു അവർ ടെർമിനൽ. ഓക്കെ, സോ നമ്മളുടെ കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻ ടു ദ ടെർമിനലായിരിക്കണം. സോ PNP ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ what you call it towards the terminal ആയിരിക്കണം. സോ ഇതാണ് നമ്മളുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ആൻഡ് ഒരു PNP ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എ സിമ്പിൾ ഫോർ എ PNP ഡിവൈസ്. നൗ ഈ ബേസ് മെറ്റീരിയലായ നമ്മൾ എൻ ടൈപ്പ് മെറ്റീരിയൽ നടുക്ക് കൊടുക്കുന്ന സെൻട്രൽ കൊടുക്കുന്ന എൻ മെറ്റീരിയലിന് ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. സോ ബേസിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഫോർവേഡ് ബയാസ്ഡ് ജംഗ്ഷനിലേക്ക് വരുന്ന ഹോൾസ് എൻ മെറ്റീരിയൽ കൂടി അധികം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോൾസ് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ദാറ്റ് ഹോൾസ് മേ റീകമ്പൈൻ വിത്ത് ഇലക്ട്രോൺസ് ഇൻ N region. ഓക്കെ, സോ ഈ എൻ റീജിയൻ ആയിട്ടുള്ള റീകോമ്പിനേഷൻസ് പോസിബിലിറ്റി റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ട്രാൻസിഷൻ റീജിയൻ്റെ അല്ലെങ്കിൽ സെൻട്രൽ വരുന്ന ബേസ് റീജിയൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് WB ഷുഡ് ബി വെരി മച്ച് ലെസ് ദാൻ ഡിഫ്യൂഷൻ ലെങ്ത് ഓഫ് അവർ കാരിയേഴ്സ്. സോ WB എന്ന് പറയുന്നത് ഹോൾസിൻ്റെ ഡിഫ്യൂഷൻ ലെങ്ത്തിനേക്കാൾ വളരെ കുറവാണെങ്കിൽ മാത്രമേ ഈ മെജോറിറ്റി ഓഫ് ദ ഹോൾസ് ബീയിങ് ഇൻജെക്റ്റഡ് ഫ്രം emitter region reach into our collector region. സോ ഇതൊരു ഡിസൈൻ പാരാമീറ്ററാണ്. ബേസിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ലെങ്ത്തിനേക്കാൾ വളരെ കുറവായിരിക്കണം എങ്കിൽ മാത്രമേ അത് മെറ്റീരിയലിൽ അത് റീച്ച് ചെയ്യുള്ളൂ. ഓക്കെ, കളക്ടർ റീജിയനിൽ അത് റീച്ച് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ ഇതാണ് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ സിംപ്ലസ്റ്റ് PNP ട്രാൻസിസ്റ്ററിൻ്റെ സിംപ്ലസ്റ്റ് റെപ്രസെൻറ്റേഷൻസ് എന്ന് പറയുന്നത്. സോ അവർ എയിം ഈസ് ത്രൂ എ റിവേഴ്സ് ബയാസ്ഡ് PN junction by means of in support with a forward biased PN junction, how we can pass the കറണ്ട്. ഓക്കെ, സോ ഹോൾസിനെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹോൾസ് ഇഞ്ചക്ഷൻ ഡിവൈസ് ഉപയോഗിച്ച് നമ്മൾ ട്രാൻസിസ്റ്റർ മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് ട്രാൻസിസ്റ്ററിനെ PNP ട്രാൻസിസ്റ്റർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതിൽ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ അവർ ഹോൾസ് ആണ്. സോ മെജോറിറ്റി അല്ലെങ്കിൽ കറണ്ട് കോൺട്രിബ്യൂട്ടിംഗ് പാരാമീറ്റേഴ്സ് എന്ന് പറയുക കാരിയേഴ്സ് എന്ന് പറയുന്നത് PNP ഡിവൈസിൽ ഹോൾസ് ആയിരിക്കും. ഓക്കെ, നൗ സെക്കൻഡ് മെത്തേഡായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രിക്കൽ മീൻസിൽ വഴി കറണ്ട് കണ്ടക്ഷൻ ത്രൂ എ റിവേഴ്സ് ബയസ്ഡ് PN ജംഗ്ഷൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതായിരുന്നു P മെറ്റീരിയൽ, ഇതായിരുന്നു N മെറ്റീരിയൽ, ഇതാണ് നമ്മളുടെ റിവേഴ്സ് ബയസിലിരിക്കുന്ന PN ജംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഇൻ റിവേഴ്സ് ബയാസ്. ഓക്കെ, സോ അടുത്ത ഒരു റീസൺ നമ്മൾ പറഞ്ഞത് അവിടെ നമ്മൾ ഹോൾസിനാണ് ഇഞ്ചെക്ട് ചെയ്തതെങ്കിൽ ഈ P സൈഡിലേക്ക് ഇലക്ട്രോൺസിനെ നമ്മൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റിയാൽ, ഇവിടേക്ക് ഇലക്ട്രോൺസിനെ ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റിയാൽ വി ക്യാൻ ഓൾസോ ഇൻക്രീസ് ദ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ഫോർ ദാറ്റ് വി വിൽ ബി യൂസിങ് അനദർ PN ജംഗ്ഷൻ ഇൻ ഫോർവേഡ് ബയാസ്. ഓക്കെ, സോ ആദ്യത്തെ അതേ എക്സ്പ്ലനേഷൻ തന്നെ, ദിസ് ഷുഡ് ബി ഇൻ ദ ഫോർവേഡ് ബയാസ്. Okay, so while in forward bias electrons from N material reach into our P material, that electrons, if we are able to couple
to the p region of a reverse biased PN junction, what will happen? Those electrons reaching from n material to p material directly connected to the p side of our reverse biased PN junction, and that electrons contribute a drift current. We can, and thereby we can increase the current through the reverse biased PN junction. So ആദ്യം ഡിസ്കസ് ചെയ്തതുപോലെ ഈ രണ്ട് ഡിവൈസിൻ്റെയും രണ്ട് ഡയോഡിൻ്റെയും പി മെറ്റീരിയൽസ് കോമൺ ആക്കിയിട്ട് നമുക്ക് ഈ സ്ട്രക്ചർ മാനുഫാക്ചർ ചെയ്യാൻ പറ്റിയാൽ how it looks like, then we have a junction and another junction. This is n material and this is p material and this is n material, wherein we have this p material is common for both junction. So this is in forward bias and this is in reverse bias. Okay, so forward bias means should be connection like this, and this is in reverse bias means should be connected like this. Okay, so this is the connection of a transistor in wherein we are injecting electrons into a reverse biased PN junction. Okay, so we have depletion region width here, and here also a small depletion region because of the forward bias. So what will happen, as explained before, electrons from the n material reach into our collector into the base region, wherein that electrons trap the what you call the depletion layer and travel to our collector terminal. So here also we have emitter region where this material emits most of the electrons to p material, and here we have our collector wherein it collects the electrons. So this material is collector, and in between we have a p-type material called a base. So here also we have emitter, base and the collector, and the symbol of the transistor will be like this. Now in the emitter, this is the direction where electrons are injecting. So current is, this is the electron flow, so current is in the opposite direction. So current is going out of the terminal. So there should be a symbol wise representation between PNP and NPN transistor. For the PNP, current is into the device, and for the NPN, current is out of the device. Okay, so this is the symbol for NPN transistor and for PNP transistor. Okay, now while our assumption is if you want to inject 1,000 numbers of electrons from the n material, and we are supposed to reach out of that 900 electrons into the n material, our emitter material should be doped heavily than the collector material. So because the region is responsible for injecting most of the electrons, okay, so that the what you call the impurity should be added more into our emitter region than to collector region. So heavily doped, our n material emitter should be in both case should be heavily doped, okay, compared to collector material. Okay, so this is the working principle of what you call the PNP transistor and or NPN transistor.